അപ്പോഴേ നമ്മുടെ ഹരിയേട്ടൻ രാവിലെ പതിവ് പോലെ ഷോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവാൻ നിൽക്കുമായിരുന്നു കേട്ടോ. അതിനിടയ്ക്കാണ് നമുക്കൊരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു. ആ ഫോൺ കോൾ കേട്ട പതി കേൾക്കാത്ത പതി ഹരിയേട്ടൻ അത് വണ്ടിയുടെ കീയും എടുത്തിട്ട് വണ്ടി എടുത്ത് എവിടേക്കോ പോകുന്നുണ്ട് കേട്ടോ. എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ ചെക്ക് പോസ്റ്റിൻ്റെ അങ്ങോട്ടാണ് പോയത് കേട്ടോ. ഫോൺ കോൾ ആരുടെ ആയിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ദാസേട്ടൻ്റെ ഫോൺ കോൾ ആയിരുന്നു. അതായത് 8:55 ആകുമ്പോഴത്തേക്കും ദാസേട്ടൻ വീട്ടിൽ നിന്ന് ഡ്യൂട്ടിക്ക് പോകുന്ന വഴി 8:55 ആ ടൈമൊക്കെ ആകുമ്പം ചെക്ക് പോസ്റ്റിൻ്റെ അതിലൂടെ പാസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഹരിയേട്ടനോട് അവിടെ നിന്ന് വന്ന് നിൽക്കാൻ പറഞ്ഞതായിരുന്നു കേട്ടോ. അങ്ങനെ അത് കേട്ടിട്ടാണ് ഹരിയേട്ടൻ വേഗം വണ്ടി എടുത്ത് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോയി നോക്കുമ്പോൾ വേറെ ഒന്നുമല്ല, മാങ്ങയാണ് കേട്ടോ. പിന്നെ ദാസേട്ടൻ ആരാന്ന് മനസ്സിലായോ? നമ്മൾ അന്ന് കല്യാണത്തിന് പോയപ്പോൾ നമുക്ക് മാങ്ങയൊക്കെ ചെത്തി തന്നില്ലേ, ആ ഏട്ടനാണ് കേട്ടോ. നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തന്ന ഏട്ടനെ. അപ്പോൾ ഏട്ടനും ഏട്ടൻ്റെ വൈഫും കൂടെ നമുക്ക് ആ മാങ്ങ കൊടുത്തയച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഹരിയേട്ടൻ ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ആൾ സന്തോഷപൂർവ്വം വേഗം ഓടിച്ചാടി ഇറങ്ങിപ്പോയത് കേട്ടോ. അപ്പോൾ മാങ്ങ എന്തായാലും നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് കേട്ടോ. ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ മാങ്ങ, ചക്ക, മുരിങ്ങ അങ്ങനെയൊക്കെയുള്ള തനി നാടൻ സംഭവങ്ങളില്ലേ, അത് കിട്ടാൻ ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിരി വരും ചിലപ്പോൾ, പക്ഷേ നമുക്കെന്തോ അത് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാങ്ങയ്ക്ക് ആകുമ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാം, പക്ഷേ ചക്ക, മുരിങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് അങ്ങനെ കിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും കൊണ്ടുവന്ന ഉടനെ തന്നെ ഹരിയേട്ടൻ വേഗം ഒരു മാങ്ങ എടുത്തിട്ട് അതൊക്കെ കഴുകി വൃത്തിയാക്കി ആളത് വേഗം അത് അടിച്ച് മിന്നുന്നുണ്ട് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങളെ പേടിച്ചിട്ട് തന്നെയാണ്. ഇനിയിപ്പോൾ വേഗം ഡ്രസ്സ് മാറി ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ രാത്രി തിരിച്ച് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇതിൽ ഒന്നും ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആൾ വേഗം ഒരെണ്ണം എടുത്തിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പൊന്നൂസുകുട്ടിക്ക് ഇതിൽ നിന്നും ഒരു മാങ്ങ എടുത്തിട്ട് അവൾക്കൊരു ഷേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതെന്താ ഷേക്ക് കുടിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ പൊന്നൂസുകുട്ടിക്ക് മാങ്ങ കഴിക്കാൻ പറ്റില്ല. കാരണം വേറൊന്നുമല്ല, പല്ല് കെട്ടിയത് കാരണം തന്നെ പൊന്നൂസുകുട്ടിയോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് മാങ്ങ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട് മാങ്ങ കഴിക്കരുതെന്ന്. കാരണം അതിലൊക്കെ ഈ നാര് പോലെയുള്ള സംഭവമില്ലേ, അപ്പോൾ അത് പല്ലിൽ കുടുങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് പൊന്നൂസുകുട്ടിക്ക് ഷേക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പിന്നെ എന്ത് കിട്ടിയാലും ആഘോഷമാക്കുന്ന ആളാണല്ലോ. നമ്മൾ വേഗം പോയി എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഒരു പ്ലേറ്റൊക്കെ എടുത്ത് വന്ന് നമുക്ക് പിന്നെ കത്തിയൊന്നും വേണ്ട, അതിങ്ങനെ കടിച്ച് അതിൻ്റെ ആ തോലൊക്കെ ഇങ്ങോട്ട് കടിച്ച് പൊട്ടിച്ച് അതിൻ്റെ തോലൊക്കെ നമ്മുടെ കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് കളഞ്ഞ് അല്ലേ, എന്നിട്ട് അതിങ്ങനെ കടിച്ച് ഇങ്ങനെ കഴിക്കുന്നതിൻ്റെ ഒരു സുഖം അല്ലേ, അതൊന്ന് വേറെ തന്നെയാണ്. അതിൻ്റെ ഒരു ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ് അല്ലേ. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ്. ഇപ്പോഴും എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. മധുരക്കനി, തേൻ കനി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലത്തെ ഒരു മാമ്പഴമാണ് കേട്ടോ ഇത്. കഴിച്ച് ഞാനിത് ഇത്രേ ചെയ്തുള്ളൂ, ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ രേവതി പറയണ പോലെ ഇതിപ്പോൾ എന്താ ചെയ്ത വീഡിയോ വീണ്ടും ചെയ്യുന്നത് എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ലേ. അല്ല കേട്ടോ, നമുക്കിന്ന് എന്തോ ഇന്നത്തെ ദിവസം പൊളിയാണ് കേട്ടോ. അങ്ങനെ ഹരിയേട്ടൻ മാങ്ങയൊക്കെ കഴിച്ച് ഷോപ്പിൽ പോയപ്പോൾ അവിടെ തോമസ് ഏട്ടൻ ഞങ്ങൾക്കായിട്ട് റംബൂട്ടാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഒരെണ്ണം വായിലുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരെണ്ണം കൂടെ പിന്നെ ഇട്ടിരിക്കുക. എന്നിട്ട് എന്നാൽ ശരി ഞാൻ പോട്ടെ എന്ന് പോലും പറയാൻ പറ്റാതെ പോകുന്നുണ്ടോ, കാരണം വായിൽ അത്രയും നിറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത് തോമസ് ഏട്ടൻ കൊടുത്തയച്ചതാണ് കേട്ടോ. ഷോപ്പിൽ ഹരിയേട്ടൻ പോയപ്പോൾ അവിടെ തോമസ് ഏട്ടൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തോമസ് ഏട്ടനെ എന്തായാലും ഞാൻ പിന്നീട് ഒരിക്കൽ പരിചയപ്പെടുത്തി തരാം. നമ്മുടെ മുൻ വീഡിയോയിലുണ്ട്, പിന്നീട് ഒരിക്കൽ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു 2 റംബൂട്ടാനും കഴിച്ചിട്ട് ഹരിയേട്ടൻ ഒരു കസ്റ്റമറുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുന്നിലൂടെയാണ് കസ്റ്റമറുടെ വീട്ടിലേക്ക് പോകേണ്ടത്. അതുകൊണ്ടാണ് ഹരിയേട്ടൻ ഷോപ്പിൽ നിന്ന് അങ്ങനെ ഇത് നമ്മളെ ഏൽപ്പിച്ചിട്ട് അങ്ങനെ പോയത്. അപ്പോൾ എന്തായാലും ഞാൻ വേഗം തിരിച്ചോടി നമ്മുടെ റംബൂട്ടാൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ മനുമോനും ഇവിടെ കാര്യമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവർ മാങ്ങ കഴിക്കുന്ന വീഡിയോ എനിക്ക് കിട്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മാങ്ങ വന്നതറിഞ്ഞില്ല, മാങ്ങ എടുത്ത് കഴുകിയതും കഴിച്ചതും ഒന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അത്ര വളരെ പെട്ടെന്ന് അവർ ആ പണി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മാങ്ങ വിശേഷം എനിക്ക് പകർത്താൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ എന്നാൽ ശരി, റംബൂട്ടാൻ്റെ വിശേഷമെങ്കിലും പകർത്താലോ എന്ന് വിചാരിച്ച് അവരാ കഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്താണ് കേട്ടോ. അപ്പോഴും നോക്കും നമ്മുടെ പൊന്നൂസുകുട്ടി പാവം, അവൾ അതും കഴിക്കുന്നില്ല കേട്ടോ. ഒന്നാമത് പല്ല് കെട്ടിയത് കാരണം ഇതിങ്ങനെ കടിച്ച് കഴിക്കുമ്പോൾ അവൾക്ക് ചെറിയൊരു പെയിൻ വരുന്നുണ്ട്, ചെറുതായിട്ട് കേട്ടോ, ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്. പിന്നെ ഡോക്ടർ പറഞ്ഞത് അനുസരിക്കുന്ന നല്ല കുട്ടിയാണ് കേട്ടോ. അതിന് അവളെ എന്തായാലും ഒരു ബിഗ് സല്യൂട്ട്. ഞാനത് മോളോട് പറഞ്ഞു, ഞാൻ എന്തായാലും സമ്മതിച്ചിരിക്കുന്നു മക്കളെ എന്ന്. കാരണം ഞാനാണെങ്കിൽ ചെയ്യില്ല കേട്ടോ. ഇഷ്ടമുള്ളൊരു സാധനം മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ പല്ല് കെട്ടിയിരിക്കുക അല്ലെങ്കിൽ നമുക്ക് അസുഖമാണോ എന്നൊന്നും നോക്കില്ല, ഞാനെടുത്ത് കഴിച്ചിട്ടുണ്ടാവും. വളരെ ഭയങ്കരമായ ഫുഡിയൊന്നും അല്ലെങ്കിലും ഞാനെടുത്ത് കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ റംബൂട്ടാനും അവിടെ ഇരുന്ന് സമാധാനമായിട്ട് കഴിക്കാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ മണിക്കുട്ടി വന്നിട്ട് അതിനിടയ്ക്ക് ഓരോന്ന് ഒപ്പിക്കുന്നത് കേട്ടോ. ഇങ്ങനെ അവൻ്റെ കളി തമാശകൾക്ക് ശേഷം ഞാൻ അതും അങ്ങോട്ട് അടിച്ച് മിന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ദാസേട്ടൻ്റെയും തോമസ് ഏട്ടൻ്റെയും സ്നേഹത്തിന് ഒരുപാട് നന്ദി കേട്ടോ. പിന്നെ ഈ ഒരു സീന് ഞാൻ വീണ്ടും ഇവിടെ കൊണ്ടുവന്നിട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇന്നത്തെ വിശേഷത്തിൽ ഏറ്റവും കോമഡി തോന്നിയിട്ടുള്ള ഒരു സംഭവം ഇതാണ് അല്ലേ. നിങ്ങൾക്കും തോന്നിയില്ലേ അത്? ആ ഒരു പോക്ക് നോക്കി നോക്കൂ, ആ 2 എണ്ണം വായിൽ നിറച്ച് ഉള്ള ആ ഒരു പോക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആളെ ഒന്നും കൂടെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് അത് വീണ്ടും ഇവിടെ കൊണ്ടുവന്നിട്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയുള്ളൂ. ഇനി അടുത്തൊരു വിശേഷമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. എല്ലാവരും ഉഷാറല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും പതിവ് പോലെ നാളെ കാണാം അല്ലേ. ഓക്കെ, ബൈ.